ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPIM നേതാവുമായ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. ദ്വാരപാലക ശില്പ കേസിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിലാണ് വിധി പറയുന്നത്. കട്ടളപ്പാളി കേസിൽ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ വിജിലൻസ് കോടതിയും ഹൈക്കോടതിയും നേരത്തെ തള്ളിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറിയതിലടക്കം ബോർഡിൽ ഒപ്പമുണ്ടായിരുന്ന എല്ലാവർക്കും കൂട്ടുത്തരവാദിത്തമുണ്ടെന്നാണ് പത്മകുമാറിന്റെ വാദം. അതേസമയം കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെയും റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കും. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് നീട്ടും. കേസിൽ അറസ്റ്റിലായ പ്രതികളിൽ ആർക്കും ഇതുവരെ ജാമ്യം ലഭിച്ചിട്ടില്ല. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPIM നേതാവുമായ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്നാണ് വിധി പറയുന്നത്. ദ്വാരപാലക ശില്പ കേസിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിലാണ് ഇപ്പോൾ വിധി പറയുന്നത്. കട്ടളപ്പാളി കേസിൽ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ വിജിലൻസ് കോടതിയും ഹൈക്കോടതിയും ഒക്കെ നേരത്തെ തള്ളിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികളടക്കം കൈമാറിയതിൽ ബോർഡിനൊപ്പമുണ്ടായിരുന്ന എല്ലാവർക്കും കൂട്ടുത്തരവാദിത്തമുണ്ടെന്നാണ് പത്മകുമാറിന്റെ വാദം. അതേസമയം കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെയും റിമാൻഡ് കാലാവധി ഇന്നാണ് അവസാനിക്കുന്നത്. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡും നീട്ടും. കേസിൽ അറസ്റ്റിലായ പ്രതികളിൽ ആർക്കും ഇതുവരെയും ജാമ്യവും ലഭിച്ചിട്ടില്ല. എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്നാണ് വിധി പറയുന്നത്. പാളികൾ അറ്റകുറ്റപ്പണി നടത്താൻ കൊണ്ടുപോകുമ്പോഴോ തിരിച്ചു കൊണ്ടുവന്നപ്പോഴോ ഒക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രേഖകൾ പരിശോധിച്ചിട്ടില്ല എന്നും പത്മകുമാറിന്റെ ജാമ്യ ഹർജി എതിർത്ത് SIT ഒരു റിപ്പോർട്ടൊക്കെ നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്നാണ് പത്മകുമാറിന്റെ വിധി പറയുക.